അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അറബി കാലിഗ്രഫിയുമായിട്ടല്ല. ഇന്ന് ഞാൻ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമാണല്ലോ. അതുകൊണ്ട് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കൊച്ചു കഥ പറയാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് തിരുപ്പിറവി. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. മക്കയിൽ ആമിന എന്ന ഭാഗ്യവതിയായ ഒരു മഹതി ജീവിച്ചിരുന്നു. അന്ന് ലോകത്ത് ഏറ്റവും സന്തോഷവതിയായ സ്ത്രീയായിരുന്നു ആമിന ബീബി. അവരായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആ നബിയുടെ ഉമ്മ. തൻ്റെ ഓമന മകനെയോർത്ത് അവരുടെ മുഖം സന്തോഷത്താൽ തിളങ്ങി. ഷാമിലെ കൊട്ടാരങ്ങൾ പോലും തിളങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രകാശം തന്നിൽ നിന്ന് പുറപ്പെടുന്നതായി അവർ സ്വപ്നത്തിൽ കണ്ടു. ഇത് ചുറ്റും കൂടി നിൽക്കുന്നവരോട് അവർ പറയുകയും ചെയ്തു. തനിക്കു ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ ആ പിഞ്ചു പൈതൽ ശാന്തമായി ഉറങ്ങി. ഭൂമിയിൽ വന്ന പ്രവാചകരുടെയെല്ലാം നേതാവാണവർ. ആ മുറിയിലുള്ളവരെല്ലാം പിഞ്ചു പൈതലിൻ്റെ പ്രകീർത്തനങ്ങൾ പാടി ചുറ്റും ഒരുമിച്ച് കൂടി. കുട്ടിയുടെ ജനനത്തിന് മുമ്പ് തന്നെ ഉപ്പ അബ്ദുള്ള മരണം വരിച്ചിരുന്നു. എന്നാലും അവരുടെ വല്യുപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ശക്തനും മാന്യനുമാണ്. അദ്ദേഹത്തിൻ്റെ ഉദാത്തമായ സ്വഭാവം എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ആളുകൾ അദ്ദേഹത്തെ തങ്ങളുടെ നേതാവായി അംഗീകരിച്ചു പോന്നു. ഖുറൈശികൾക്ക് പരിചയമില്ലാത്ത പല സവിശേഷതകളുമുള്ള കുഞ്ഞായിരുന്നു അത്. പേരുമകൻ്റെ ജനന വാർത്ത അയൽവാസികൾ പിതാമഹനായ അബ്ദുൽ മുത്തലിബിനെ അറിയിച്ചു. അബ്ദുൽ മുത്തലിബ് പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു. കുട്ടിയെ വാരിയെടുത്തു. ശേഷം പറഞ്ഞു, എൻ്റെ ഈ കുട്ടി ഭൂമി മുഴുക്കെ പ്രകീർത്തിക്കപ്പെടും. അതുകൊണ്ട് അവന് ഞാൻ മുഹമ്മദ് എന്ന് പേര് വെക്കുന്നു. അന്ന് അറബികൾക്ക് ആ പേരിനോട് വലിയ കൗതുകമായിരുന്നു. ഗർഭിണിയായിരിക്കെ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടണമെന്ന് ആമിന ബി സ്വപ്നവും കണ്ടിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സത്യധികം ആഹ്ലാദചിത്തനായ വല്ലുപ്പ ബലികർമ്മം നടത്തുകയുണ്ടായി. ദരിദ്രരെയും സുഹൃത്തുക്കളെയും വിളിച്ച് വലിയ സദ്യ തന്നെ വിളമ്പി. ആ പിഞ്ചോമരയുടെ ജനനത്തോടെ മക്കയിൽ പുതിയൊരു യുഗത്തിന് തുടക്കമായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ കഥ. ഞാൻ ഈ കഥ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.